ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ കേക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ക്രീം ചീസാണ്. ക്രീം ചീസ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. വളരെ ചിലവ് കുറഞ്ഞ നല്ല ക്രീം ചീസ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 2 പാക്കറ്റ് പാൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടാക്കിയിട്ടെടുക്കാം. പാൽ ചൂടാകുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാലിൻ്റെ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കാൻ പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ പാൽ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ളതും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും പാൽ നല്ലതുപോലെ തന്നെ പിരിഞ്ഞ് വരും. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാകും. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് അരിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞെടുക്കണം. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇത് നല്ല ചൂട് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ആ വെള്ളവും നല്ലതുപോലെ തന്നെ പിഴിഞ്ഞ് കളയാം. ഇനി ഇതവിടെ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പഞ്ചസാര ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച പാൽ പിരിച്ച് വെച്ചത് നന്നായി തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാത്ത രീതി നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നല്ല അടിപൊളി ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇത് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ തരിയില്ലാത്ത രീതിയിൽ തന്നെ നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ അടിച്ചെടുക്കണം. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ലതുപോലെ മിനുസമുള്ള രീതിയിൽ തന്നെ അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒട്ടും തരിയില്ലാതെയാണ് ഞാനിവിടെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അടിപൊളി ക്രീം ചീസ് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ച പഞ്ചസാരയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ച് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ആ മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ അരിപ്പയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോട് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ലതുപോലെ അരിച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലൊരു ചോറ്റുപാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതും എടുക്കാം. എൻ്റെ കയ്യിൽ ചെറുതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു ചോറ്റുപാത്രം എടുക്കുന്നത്. അതിലേക്ക് ഒരു 2 ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്ക് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ കളഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് ഇതുപോലൊരു പാനിലേക്ക് ഇതുപോലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടാണ്. ഞാൻ എടുക്കുന്ന കേക്ക് ടിന്ന് ചെറുതായതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു അടപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരും. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറെല്ലാം മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ 10 രൂപയുടെ 4 ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്.
ഇതുപോലെ മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ കേക്കേ അല്ല, അതിനെക്കാട്ടി എത്രയോ വ്യത്യസ്തമായൊരു കേക്കാണ്. ക്രീം ചീസൊക്കെ ഇഷ്ടമുള്ള ഒരാൾക്കാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ചീസ് കേക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ തീരെ സാധ്യതയില്ല. കാരണം നമ്മുടെ സാധാരണ കേക്കിൻ്റെ അതേ ടെക്സ്ചർ ഒന്നുമല്ല ഇതിന്. ഇത് പ്രത്യേകതരം വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ചീസൊക്കെ ഇഷ്ടമുള്ള ആൾ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു അടിപൊളി കേക്കാണ്. ഇത് പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ചെറിയ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.